അന്ധരായ രണ്ടുപേരും പിശാച് ബാധിച്ചിരുന്ന മൂകനും സുഖം പ്രാപിക്കുന്നു. ഈശോ അടുക്കളയിലേക്ക് പോകുന്നു. അടുക്കളക്കകത്ത് നല്ല പുകയും ചൂടും. ജോൺ വെള്ളം കൊണ്ടുവരാൻ അടുക്കളയിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങിയ കൂട്ടത്തിൽ ഈശോയും പുറത്തേക്കിറങ്ങി. സബദിയുടെ ജോലിക്കാർ ഈശോയ്ക്കും ശിഷ്യർക്കുമായി കുറെ മത്സ്യം കൊടുത്തയച്ചിരുന്നു. അത് തയ്യാറാക്കുന്ന ജോലി പത്രോസിനെ ഏൽപ്പിച്ചിട്ടാണ് ജോണിൻ്റെ കൂടെ പോകുന്നത്. ഗ്രാമത്തിൻ്റെ അതിർത്തിയിലുള്ള ഉറവയിലേക്കല്ല അവർ പോകുന്നത്. മൈതാനത്തുള്ള കുഴൽവെള്ളം ലക്ഷ്യമാക്കിയാണ് നടക്കുന്നത്. ഈ വെള്ളം അടുത്തുള്ള പർവ്വതത്തിലെ ഉറവയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ളതാണ്. പാലസ്തീനയിൽ ഗ്രാമങ്ങളിലെല്ലാം സന്ധ്യാസമയത്ത് വെള്ളം കോരാൻ ഉറവയുടെ അടുത്ത് ധാരാളം ആളുകൾ വരിക പതിവാണ്. വലിയ ആംഫോറകളുമായി സ്ത്രീകൾ, കളിക്കുന്ന ബാലന്മാർ, കച്ചവടക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന പുരുഷന്മാർ അഥവാ നാട്ടുവർത്തമാനങ്ങൾ കൈമാറുന്നവർ, ഏതാനും ഫരിസേയരും കടന്നു പോകുന്നുണ്ട്. അവരുടെ കൂടെ ഭൃത്യന്മാരും അനുചരന്മാരും. അവർ സന്ധ്യയ്ക്ക് അവരുടെ സമ്പന്നമായ വീട്ടിലേക്ക് തിരിച്ചു പോകുകയാണ്. അവരെ ബഹുമാനിച്ച് അവർക്ക് വഴി കൊടുത്ത് എല്ലാവരും ആദരവ് കാണിക്കുന്നു. എന്നാൽ അവർ കടന്നുപോയി കഴിയുമ്പോൾ പലരും ശക്തിയൊക്കെ ഉപയോഗിച്ച് അവരെ ശപിക്കുന്നു. അവർ ചെയ്ത ഒടുവിലത്തെ അഴിമതികളെയും പിടിച്ചുപറിയെയും പരാമർശിച്ച് സംസാരിക്കുന്നു. മൈതാനത്തിൻ്റെ ഒരു മൂലയിൽ മാത്യു പഴയ സ്നേഹിതരോട് പ്രസംഗിക്കുകയാണ്. അത് കേട്ടുകൊണ്ട് ഊറിയ എന്ന ഫരിസേയൻ അവജ്ഞയോടെ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു, പ്രസിദ്ധമായ മാനസാന്തരങ്ങൾ കൂട്ടുകെട്ടുകളൊന്നും വിട്ടിട്ടില്ല. അതിൽ നിന്നറിയാം പാപത്തോടുള്ള അടുപ്പം ഇപ്പോഴും ഉണ്ടെന്ന്. അഹഹ, മാത്യു ദേഷ്യപ്പെട്ടു തിരിഞ്ഞു നിന്ന് പറയുന്നു. അത് നീണ്ടു നിൽക്കുന്നത് അവരെ മാനസാന്തരപ്പെടുത്തുന്നതിനാണ്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിന്റെ ഗുരു ധാരാളം മതി. നീ ശരിക്കും സുഖം പ്രാപിച്ചെന്ന് ധരിച്ചു ഞാൻ പറയുന്നു. വീണ്ടും രോഗം വരാതിരിക്കണമെങ്കിൽ നീ അകന്നു നിൽക്കുകയായിരിക്കും നല്ലത്. മാത്യു സ്വയം നിയന്ത്രിക്കാനുള്ള ശ്രമത്തിൽ വയലറ്റ് നിറമാകുന്നു. പേടിക്കുകയൊന്നും വേണ്ട, പ്രതീക്ഷയില്ലാത്തവനായിരിക്കുക എന്നു മാത്രം മറുപടി കൊടുക്കുന്നു. എന്ത്? ഞാൻ വീണ്ടും ചുങ്കക്കാരനായ ലേവിയായി തീരുമെന്ന് പേടിക്കേണ്ട. ഈ ആത്മാക്കളെ നഷ്ടപ്പെടുത്താനായി ഞാൻ നിന്നെ അനുകരിക്കുമെന്നും പ്രതീക്ഷിക്കുകയും വേണ്ട. നീയും നിന്റെ സ്നേഹിതരും ജനങ്ങളിൽ നിന്ന് അവജ്ഞയോടെ അകന്നു നിന്നുകൊള്ളൂ. ഞാൻ എൻ്റെ ഗുരുവിനെ അനുകരിച്ച് പാപികളെ കൃപാവരത്തിലേക്ക് നയിക്കാൻ അവരുടെ പക്കലേക്ക് പോകുന്നു. ഊറിയായിക്ക് ഒരു നല്ല മറുപടി പറയണമെന്നുണ്ട്. എന്നാൽ വേറൊരു പ്രീശൻ, വൃദ്ധനായ ഏലി, അതിനെ വന്നു പറയുന്നു, നിന്റെ പരിശുദ്ധിയും നിന്റെ നാവും അശുദ്ധമാക്കേണ്ട. സ്നേഹിത, എന്താ, എൻ്റെ കൂടെ വരൂ എന്നു പറഞ്ഞ് കൈകോർത്ത് പിടിച്ച് അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ്. ഈ സമയത്ത് ജനം, പ്രത്യേകിച്ച് കുട്ടികൾ, ഈശോയുടെ ചുറ്റും വന്നുകൂടി. കുട്ടികളുടെ ഗണത്തിൽ ടോബിയും യോവന്നായും സഹോദരന്മാർ ഉണ്ട്. കുറെ നാൾ മുമ്പ് അത്തിപ്പഴത്തിനായി വഴക്കുണ്ടാക്കിയ 2 കുട്ടികൾ ഈശോയുടെ ശരീരത്തിൽ കെട്ടിപ്പിടിച്ച് തൂങ്ങിക്കിടന്നുകൊണ്ടവർ പറയുന്നു, കേൾക്കൂ, കേൾക്കൂ, ഇന്നും നിങ്ങൾ നല്ലവരായിരുന്നു. നിന്നെ ഓർത്ത് ഞങ്ങൾ കളിയാക്കുകയും വഴക്കു പിടിക്കുകയും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ഒരു ചുംബനം തരുമോ? അപ്പോൾ എന്നെ ഓർത്ത് നിങ്ങൾ നല്ലവരായിരുന്നു അല്ലേ? എത്രയധികം സന്തോഷമാണ് നിങ്ങൾ എനിക്ക് തരുന്നത്. ഇതാ എൻ്റെ ചുംബനം. നാളെ ഇപ്പോഴത്തേതിലും നല്ലവരാകണം. അതാ ജെയിംസ്, മാത്യുവിൻ്റെ പണസഞ്ചി എല്ലാ സാപത്തിലും ഈശോയുടെ പക്കൽ കൊണ്ടുചെന്ന് കൊടുത്തിരുന്ന ബാലൻ. അവൻ ഈശോയോട് പറയുന്നു, കർത്താവിൻ്റെ ദരിദ്രർക്ക് കൊടുക്കാൻ മാത്യു ഇപ്പോൾ ഒന്നും തരുന്നില്ല. എന്നാൽ ഞാൻ നല്ലവനായി പ്രവർത്തിക്കുമ്പോൾ അവർ എനിക്ക് തരുന്ന നാണയങ്ങൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നിനക്ക് ഞാൻ തരാം. എൻ്റെ വല്യപ്പന് വേണ്ടി നീ അത് ദരിദ്രർക്ക് കൊടുക്കുമോ? തീർച്ചയായും കൊടുക്കാം. നിന്റെ വല്യപ്പന് എന്തുപറ്റി? ഇപ്പോൾ നടക്കാൻ പറ്റുന്നില്ല. വളരെ പ്രായമായി, കാലിന് ബലമില്ല. അതുകൊണ്ട് നിനക്ക് ദുഃഖമാണോ? അതെ, എൻ്റെ ഗുരു വല്യപ്പനായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് നാട്ടിൻ പുറത്തേക്ക് പോകുകയും അവിടെ വെച്ച് എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. കർത്താവിനെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിച്ചു. ഇപ്പോഴും എന്നെ പഠിപ്പിക്കുന്നുണ്ട്. ജോബിൻ്റെ കാര്യം പറഞ്ഞു തന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങൾ കാണിച്ചു തന്നു. എന്നാൽ അതെല്ലാം കസേരയിൽ ഇരുന്നാണ് പറഞ്ഞു തരുന്നത്.
മുമ്പിലത്തേതെല്ലാമായിരുന്നു കൂടുതൽ രസം. നിന്റെ വല്യപ്പൻ്റെ അടുത്ത് ഞാൻ നാളെ വരാം. നിനക്ക് സന്തോഷമായില്ലേ? ജെയിംസിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ബെഞ്ചമിനാണ്. മഗ്ദലായിലെ ബെഞ്ചമിനല്ല, കഫർനാമിലെ ബെഞ്ചമിനാണ്. വളരെ മുമ്പ് എൻ്റെ ദർശനത്തിൽ കണ്ട ബാലൻ. അവർ മൈതാനത്ത് അമ്മയോടൊപ്പം എത്തിയതാണ്. ഈശോയെ കണ്ടപ്പോൾ അമ്മയെ വിട്ട് ഒറ്റ ഓട്ടം. ജനക്കൂട്ടത്തിനിടയിലൂടെ ഒരു കുരുകിലിനെ പോലെ നേരിയ സ്വരത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് പറക്കുന്ന വേഗത്തിൽ ഈശോയുടെ അടുത്തെത്തി. കാൽമുട്ടുകളിൽ കെട്ടിപ്പിടിച്ച് എനിക്കും വേണം ഒരു ചുംബനം എന്ന് പറയുന്നു. പ്രീശനായ സൈമൺ ഈ സമയത്ത് അതിലേക്ക് കടന്നു പോകുന്നു. വളരെ പ്രകടമായ വിധത്തിൽ കുനിഞ്ഞ ഈശോയെ അഭിവാദ്യം ചെയ്യുന്നുണ്ട്. ഈശോ പ്രത്യഭിവാദനം നൽകുന്നു. അയാൾ നിന്നിട്ട് ചോദിക്കുന്നു, എനിക്കൊരു ആലിംഗനം തരികയില്ലേ? നേരിയ പുഞ്ചിരിയുണ്ട്. അയാളെ കണ്ട ജനം ഭയപ്പെട്ട് നീങ്ങി നിൽക്കുന്നു. എന്നോട് ചോദിക്കുന്നവർക്കെല്ലാം എൻ്റെ ആലിംഗനമുണ്ട്. നിന്റെ ആരോഗ്യം ശരിക്കും വീണ്ടു കിട്ടിയല്ലോ. അഭിനന്ദനങ്ങൾ. ജെറുസലേമിൽ വെച്ച് ഞാൻ കേട്ടത് നിനക്ക് തീരെ സുഖമില്ല എന്നായിരുന്നു. ശരിയാണ്, എനിക്ക് തീരെ സുഖമില്ലായിരുന്നു. സുഖം നൽകാൻ നീ വന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. എനിക്ക് നിന്നെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടായിരുന്നോ? ഞാൻ ഒരിക്കലും അത് സംശയിച്ചിട്ടില്ല. എങ്കിലും എനിക്ക് തന്നെത്താൻ സുഖമാകേണ്ടി വന്നു. കാരണം നീ കുറേയധികം കാലം ദൂരെയായിപ്പോയി. നീ എവിടെയായിരുന്നു? ഇസ്രയേലിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ പെസഹായ്ക്കും പന്തക്കുസ്തായ്ക്കും ഇടയ്ക്കുള്ള ദിവസങ്ങൾ അവിടെയാണ് ഞാൻ ചെലവഴിക്കുക. വളരെ വിജയകരമായ ഒരു യാത്ര. ഹിന്നോമിലസിലോമിലുള്ള കുഷ്ഠരോഗികളുടെ സുഖം പ്രാപ്തിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞു. വാസ്തവത്തിൽ എത്ര അത്ഭുതകരം! അതുമാത്രമോ? തീർച്ചയായും അല്ല. നിന്നെക്കുറിച്ച് പുരോഹിതൻ ജോണിൽ നിന്നും ഞങ്ങൾ കേട്ടു. മുൻവിധിയില്ലാത്ത മനുഷ്യൻ. അയാൾ നിന്നിൽ വിശ്വസിക്കുന്നു, സന്തോഷത്തോടെ കഴിയുകയും ചെയ്യുന്നു. മുൻവിധി നിമിത്തം വിശ്വസിക്കാത്തവൻ്റെ കാര്യം എങ്ങനെയാണ്? എൻ്റെ ജ്ഞാനിയായ സൈമൺ അങ്ങനെയുള്ള ഒരുവനെ പറ്റി എന്തു പറയുന്നു? പ്രീശൻ അല്പം അസ്വസ്ഥനാകുന്നു. കാരണം എന്തു പറയണമെന്ന് ഒരു ശങ്ക. ഈശോയിൽ വിശ്വസിക്കാത്ത അനേകം കൂട്ടുകാരെ എങ്ങനെ കുറ്റം വിധിക്കും? അതേസമയം ഈശോയിൽ നിന്നും സ്തുതിവാക്കുകൾ കിട്ടണമെന്ന ആഗ്രഹവും. രണ്ടാമത്തേത് തന്നെയാവട്ടെ എന്ന് തീരുമാനിച്ചു. എന്നിട്ട് പറയുന്നു, നീ നൽകുന്ന എല്ലാ തെളിവുകളും കണ്ടിട്ടും നിന്നിൽ വിശ്വസിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാകുന്നു. ഒരുത്തരും അങ്ങനെയാകരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ശരി, നീ ആഗ്രഹിക്കുന്നു. എന്നാൽ നീ ഞങ്ങളോട് കാണിക്കുന്നത്ര നന്മ ഞങ്ങൾ നിനക്ക് തിരിച്ചു തരുന്നില്ല. വളരെയധികം പേർ നിന്നെ സ്വീകരിക്കാൻ അർഹരല്ല. ഈശോയെ, നീ എൻ്റെ അതിഥിയായി നാളെ വീട്ടിലേക്ക് വരാമോ? നാളെ വരാൻ എനിക്ക് സാധിക്കുകയില്ല. 2 ദിവസത്തിനകം എന്ന് വെക്കാം. അത് സമ്മതമാണോ? നീ പറയുന്നത് എനിക്കെപ്പോഴും സമ്മതമാണ്. എൻ്റെ ഏതാനും സ്നേഹിതരും കാണും. അവരെ കൊണ്ട് നിനക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. അവർ വല്ലതും? എനിക്കറിയാം. ഞാനും ജോണും കൂടെ വരാം. ജോൺ മാത്രമേയുള്ളൂ? മറ്റുള്ളവർക്കെല്ലാം ഓരോ ജോലികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതാ, അവർ നാട്ടിൻപുറങ്ങളിൽ നിന്നെത്തിയതേ ഉള്ളൂ. സൈമൺ, നിനക്ക് സമാധാനം. ദൈവം നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ. പ്രീശൻ പോകുകയും ഈശോ ശിഷ്യരുടെ പക്കലേക്ക് നടക്കുകയും ചെയ്യുന്നു. അവർ അത്താഴത്തിനായി വീട്ടിലേക്ക് പോയി. പൊരിച്ച മീൻ ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏതാനും അന്ധന്മാർ എത്തി. വഴിയിൽ വെച്ച് തന്നെ അവർ ഈശോയെ വിളിച്ച് കരയുകയായിരുന്നു. അവരുടെ അപേക്ഷ ഇപ്പോഴും ആവർത്തിക്കുന്നു. ദാവീദിന്റെ പുത്രനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കനിയണമേ. ദൂരെ പോകൂ, നാളെ വരാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ. ഇനി നാളെ അവൻ ഭക്ഷണം കഴിച്ചു കൊള്ളട്ടെ. അവരോട് ശകാരമായി പത്രോസ് പറയുന്നു, അരുത് സൈമൺ, അവരെ പറഞ്ഞു വിടരുത്. ഇത്രയധികമായ സ്ഥിരത പ്രതിസമ്മാനം അർഹിക്കുന്നു. നിങ്ങൾ 2 പേരും മുന്നോട്ട് വരൂ. വടികൊണ്ട് തറയിലും ഭിത്തിയിലും മുട്ടിമുട്ടി ആ ശബ്ദത്താൽ നയിക്കപ്പെട്ട് 2 പേർ മുന്നോട്ട് നീങ്ങി നിന്നു. അവരോട് ഈശോ ചോദിക്കുന്നു, നിങ്ങൾക്ക് കാഴ്ച വീണ്ടും തരാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഓ കർത്താവേ, തീർച്ചയായും വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് തീർച്ചയുള്ളത് കൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഈശോ മേശക്കരികിൽ നിന്ന് എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് ചെന്നു. ഈശോയുടെ വിരൽത്തുമ്പുകൾ അവരുടെ കണ്ണുകളിന്മേൽ വെച്ച് തല ഉയർത്തി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് സംഭവിക്കട്ടെ. ഈശോ കൈകൾ മാറ്റി ഒരാളുടെ ഇതുവരെ ചലനമില്ലാതിരുന്ന കൺപോളകൾ അനങ്ങി ചിമ്മുന്നു. കാരണം പ്രകാശം സജീവമായ കൃഷ്ണമണിയിൽ തട്ടുന്നുണ്ട്.
മറ്റേയാളിൻ്റെ കൺപോളകൾ തമ്മിൽ ഒട്ടിച്ചേർന്നു പോയിരുന്നു. അവ വേർപെടുന്നു. അവയ്ക്ക് നല്ല രൂപം ലഭിച്ചു കഴിഞ്ഞു. അയാളും കണ്ണു ചിമ്മുന്നു. രണ്ടുപേരും മുട്ടിന്മേൽ വീണു. നിങ്ങൾക്ക് എഴുന്നേറ്റ് പോകാം. ശ്രദ്ധിക്കൂ, ഞാൻ നിങ്ങൾക്ക് ചെയ്ത ഈ കാര്യം ഒരുത്തരോടും പറയരുത്. ഈ കൃപാവരത്തിൻ്റെ വിവരം നിങ്ങളുടെ ഗ്രാമത്തിലെ ബന്ധുക്കളോടും സ്നേഹിതരോടും പറഞ്ഞുകൊള്ളൂ. ഇവിടെയുള്ളവരോട് പറയണ്ട. അതുകൊണ്ട് നിങ്ങളുടെ ആത്മാക്കൾക്ക് ഒരു നന്മയും ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങളുടെ ആത്മാക്കളുടെ വിശ്വാസത്തിന് ക്ഷതം തട്ടാതെ സൂക്ഷിക്കണം. കാഴ്ച എന്താണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് നിങ്ങളുടെ കണ്ണുകൾക്ക് കേടുപറ്റാതെ സൂക്ഷിക്കണം. വീണ്ടും നിങ്ങൾ അന്ധരാകാതിരിക്കണമല്ലോ. അത്താഴം കഴിഞ്ഞു. മട്ടുപ്പാവിൽ കുളിർമയുണ്ട്. എല്ലാവരും അങ്ങോട്ട് പോയി. തടാകം നിലാവിൽ പ്രശോഭിക്കുന്നു. മട്ടുപ്പാവിൻ്റെ അരഭിത്തിയിലിരുന്ന് ഈശോ തടാകത്തിൻ്റെ വെള്ളി പോലുള്ള തിളക്കം ആസ്വദിക്കുന്നു. മനസ്സെവിടെയൊക്കെയോ ആണ്. ഈശോയ്ക്ക് ശല്യമാകാതിരിക്കാൻ മറ്റുള്ളവരെല്ലാം താഴ്ന്ന സ്വരത്തിൽ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാലും ശക്തമായ ആകർഷണത്താൽ എല്ലാവരും ഈശോയെ നോക്കുന്നു. എത്ര സുന്ദരൻ! ചന്ദ്രൻ ഈശോയുടെ ശിരസിന് പ്രകാശവലയമായി തീർന്നിട്ടുണ്ട്. ആ മുഖത്തിനും ഗൗരവവും അതേസമയം ശാന്തതയുമാണ്. തല അല്പം പിന്നിലേക്ക് ചരിച്ചാണ് ഇരിക്കുന്നത്. പടർന്നു കിടക്കുന്ന ഒരു മുന്തിരിത്തണ്ടിന്മേൽ ചാരിയിട്ടുണ്ട്. ആ നീല കണ്ണുകൾ പ്രകാശമുള്ള കല്ലുകൾ പോലെ ഇരിക്കുന്നു. എല്ലാറ്റിനെയും സമാധാനത്തിൻ്റെ അലകൾ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ആ കണ്ണുകളിൽ നിന്ന് പ്രകാശം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോഴെല്ലാം നക്ഷത്രങ്ങൾ വാരി വിതറിയിട്ടുള്ള ആകാശത്തിലേക്ക് നോക്കുന്നുണ്ട്. ചിലപ്പോൾ താഴെ കുന്നുകളെയും തടാകത്തെയും അങ്ങകലെ എവിടെയോ എല്ലാം നോക്കുന്നു. ആ കണ്ണുകൾ മാത്രം കാണുന്ന എന്തിനെയോ നോക്കി പുഞ്ചിരി തൂകുകയും ചെയ്യുന്നുണ്ട്. മടങ്ങി മടങ്ങി കിടക്കുന്ന മുടി ഇളം തെന്നിലിൽ ഇളകുന്നു. ഒരു വശത്തേക്ക് ചരിഞ്ഞാണ് ഈശോ ഇരിക്കുന്നത്. ഒരു പാദം നിലത്ത് മുട്ടിയിട്ടുണ്ട്. മറ്റേതേതാനും ഇഞ്ച് പൊങ്ങിയിരിക്കുന്നു. കൈകൾ മടിയിൽ വെച്ചിരിക്കുകയാണ്. വെള്ളവസ്ത്രം ഈശോയുടെ മഹിമയെ ഒന്നുകൂടി ശക്തമാക്കുന്നു. ചന്ദ്രികയിൽ അത് വെള്ളി പോലെ ശോഭിക്കുകയാണ്. കൈകളും ഭംഗിയേറിയ വിരലുകളും ദന്തനിർമ്മിതമെന്ന പോലെ മനോഹരം. വീതിയുള്ള നെറ്റിത്തടം, നീളമുള്ള നാസിക, ദീർഘവൃത്താകൃതിയിലുള്ള കവിൾത്തടം, ഇളം ചെമ്പു നിറമുള്ള താടിമീശ, എല്ലാം സൗന്ദര്യവും തുളുമ്പുന്നു. ഗുരുവേ, അങ്ങ് ക്ഷീണിതനാണോ? പത്രോസ് ചോദിക്കുന്നു. നീ ആകെ വിളറി ചിന്താമഗ്നനായിരിക്കുന്നത് പോലെ തോന്നിക്കുന്നു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, എന്നാൽ സാധാരണയിൽ കവിഞ്ഞ് വിളർച്ച എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. ചന്ദ്രിക എല്ലാവരെയും മഞ്ഞനിറം കൊണ്ട് വിളർച്ച ഉള്ളവരാക്കുന്നുണ്ട്. നീ നാളെ കൊറീസിമിലേക്ക് പോകണം. കുറെ ശിഷ്യരെ അവിടെ കണ്ടെത്തും. അവരോട് പ്രസംഗിക്കണം. വേസ്പരയ്ക്ക് സമയമാകുമ്പോൾ തിരിച്ചെത്താൻ ഓർമ്മിക്കുക. വെള്ളപ്പാച്ചിലിൻ്റെ സമീപയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. എത്ര നല്ലത്! ഞങ്ങൾ കൊറീസിമിലെ ആളുകളോട് പറയാം, ഞങ്ങൾ തിരിച്ചു വന്ന വഴി മാർത്തയെയും മാർസലിയെയും കണ്ടു. അവർ ഇവിടെ വന്നിരുന്നോ? ആൻഡ്രൂ ചോദിക്കുന്നു. അവർ വന്നിരുന്നു. മഗ്ദലയിൽ മേരിയെക്കുറിച്ച് വലിയ സംസാരമാണ്. അവൾക്കിപ്പോൾ സദ്യകളില്ല. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ താമസിച്ച ആ സ്ത്രീയുടെ വീട്ടിലാണ് ഇത്തവണയും താമസിച്ചത്. ബെഞ്ചമിൻ എന്നോട് പറഞ്ഞു, എന്തെങ്കിലും വികൃതി കാണിക്കണമെന്ന് തോന്നുമ്പോൾ അവൻ നിന്നെക്കുറിച്ച് ചിന്തിക്കുകയും എന്നെയും അതുകൂടി പറയൂ. ജെയിംസ് കറിയോത്തുകാരൻ പറയുന്നു. അവൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. എന്നാൽ അവൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞതല്ലേ, എനിക്ക് സുന്ദരനാകേണ്ട, വികൃതിയായാൽ മതിയെന്ന്. എന്നിട്ട് കടക്കണ്ണുകൊണ്ട് എന്നെ ഒരു നോട്ടം. അവൻ എന്നെ തീരെ ഇഷ്ടമില്ല. യാതൊരു പ്രാധാന്യവുമില്ലാത്ത അനിഷ്ടം. യൂദാസേ, അത് മറന്നു കളയുക, ഈശോ പറയുന്നു. അതേ ഗുരുവേ, എന്നാലും അതോർക്കുമ്പോൾ ഒരു ഗുരു അവിടെയുണ്ടോ? ആരോ വഴിയിൽ നിന്നും വിളിച്ചു ചോദിക്കുന്നു. ഉണ്ട്, ഇവിടെയുണ്ട്. എന്നാൽ ഇപ്പോൾ എന്താണ് വേണ്ടത്? പകലിന് നീളം തികയുന്നില്ലേ? സാധുക്കളായ തീർത്ഥാടകരെ ഈ സമയത്ത് ബുദ്ധിമുട്ടിക്കുന്നത് ഭംഗിയാണോ? പോയിട്ട് നാളെ വാ, പത്രോസ് ദൃഢസ്വരത്തിൽ പറയുന്നു. മൂകനായ ഒരു പിശാച് ബാധിതൻ ഞങ്ങളുടെ കൂടെയുണ്ട്. അതാണ് വിഷമം. അവൻ 3 പ്രാവശ്യം ഞങ്ങളുടെ പിടി വിടിവിച്ച് ഓടിപ്പോയി. അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ കുറച്ചു നേരത്തെ ഇങ്ങെത്തുമായിരുന്നു. ഞങ്ങളെ ഒന്ന് സഹായിക്കൂ. അധിക സമയം ആകേണ്ട. ചന്ദ്രൻ തലയ്ക്ക് നേരെ ഉയർന്നു കഴിയുമ്പോൾ അവൻ കൂവാൻ തുടങ്ങും. ശബ്ദം കൊണ്ട് ഗ്രാമത്തെ മുഴുവൻ അവൻ ഭയപ്പെടുത്തും. നോക്കൂ, ബഹളത്തിന് ആരംഭമിടുന്നു.
ഈശോ എഴുന്നേറ്റ് ആ വശത്തേക്ക് ചെന്ന് അരഭിത്തിയുടെ മുകളിൽ കുനിഞ്ഞ് താഴേക്ക് നോക്കുന്നു. അപ്പസ്തോലന്മാരെല്ലാവരും അപ്രകാരം കുനിഞ്ഞ് നോക്കുന്നുണ്ട്. മുകളിലേക്ക് നോക്കി നിൽക്കുന്ന മുഖങ്ങളുടെ ഒരു നിര. ആൾക്കൂട്ടത്തിന്റെ നടുവിൽ ഒരു കരടിയെയോ ചെന്നായിയെയോ പോലെ തുടലിലിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. ഓടിപ്പോകാതിരിക്കാൻ അയാളുടെ കൈകൾ കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. അയാൾ ശരിക്ക് വളയ്ക്കുകയും ഇളക്കുകയും ചെയ്തുകൊണ്ട് നിലത്തെല്ലാം നോക്കുകയും കൂവുകയും ചെയ്യുന്നു. മുകളിലേക്ക് നോക്കി ഈശോയെ കണ്ടപ്പോൾ മൃഗീയമായ വിധത്തിൽ അലറി കരയുകയായി. ഓടിപ്പോകാൻ പരിശ്രമിക്കുകയാണ്. കഫർനാമിലെ പ്രായപൂർത്തിയായ പുരുഷന്മാരെല്ലാം തന്നെ അവിടെയുണ്ട്. ഇവന്റെ ഭാവവും ശക്തിയും കണ്ട് ഭയപ്പെട്ട് അവരെല്ലാം മാറി നിൽക്കുന്നു. ദൈവത്തെ ഓർത്ത് ഒന്ന് വരൂ, അവൻ ആരംഭിച്ചു കഴിഞ്ഞു. ഇതാ ഞാൻ ഉടനെ വരുന്നു. വളരെ വേഗം നടയിറങ്ങി ഈശോ അവന്റെ മുൻപിലെത്തി. മുമ്പിലത്തേക്കാളധികം ക്ഷുഭിതനാണ് അയാൾ. അവനിൽ നിന്നും പുറത്തു പോകൂ, ഞാനിത് ആവശ്യപ്പെടുന്നു. കൂവൽ ദുർബലമായി അവസാനിച്ചു. സമാധാനം എന്നയാൾ അവസാനം പറയുന്നു. അതേ സമാധാനം, നീ ഇപ്പോൾ സ്വതന്ത്രനായതിനാൽ സമാധാനം. അത്ഭുതസ്തംഭരായ ജനം ആർത്തു വിളിക്കുന്നു. വലിയ ശോഭം പെട്ടെന്ന് ശാന്തമായതും മൂകനായവൻ സംസാരിച്ചതും ബന്ധനത്തിലായിരുന്നവൻ സ്വതന്ത്രനായതും എല്ലാം എത്ര വിസ്മയകരം. ഞാൻ ഇവിടെയുണ്ടെന്ന് നിങ്ങളെങ്ങനെ അറിഞ്ഞു? നെസ്രസിലെ ആളുകളാണ് ഞങ്ങളോട് പറഞ്ഞത് നീ ഇവിടെ ഉണ്ടെന്ന്. ഇവിടെ കഫർനാമിലെത്തിയപ്പോൾ നീ വീട്ടിലുണ്ടെന്ന് നിന്നിൽ നിന്നും കാഴ്ച ലഭിച്ച 2 മനുഷ്യർ പറഞ്ഞു. അത് ശരിയാണ്, വളരെ ശരിയാണ്. ഞങ്ങളോടും ഇവർ പറഞ്ഞു. പലരും ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു, ഇപ്രകാരമുള്ള കാര്യങ്ങൾ ഇസ്രയേലിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ല എന്നവർ കൂട്ടിച്ചേർത്തു. ബെൽസബൂബ് അവനെ സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ അവനിതൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല, കഫർനാമിലെ പ്രീശൻ പറയുന്നു. എന്നാൽ പ്രീശൻ സൈമൺ അവരുടെ കൂടെയില്ല. സഹായിച്ചതോ സഹായിക്കാതിരുന്നതോ? ഞാൻ സുഖം പ്രാപിച്ചു, അന്ധരായ 2 മനുഷ്യരും. നിങ്ങൾ പ്രാർത്ഥനയെല്ലാം ഉണ്ടെങ്കിലും ഇത് ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ല. ഇങ്ങനെ മറുപടി കൊടുത്തുകൊണ്ട് അയാൾ ഈശോയുടെ വസ്ത്രാഞ്ചലം ചുംബിക്കുന്നു. ഗുരു പ്രീശരോടൊന്നും പറയുന്നില്ല. ജനങ്ങളെ പിരിച്ചുവിടാൻ ഇങ്ങനെ പറയുക മാത്രം ചെയ്യുന്നു. സമാധാനം നിങ്ങളോട് കൂടെ. പിന്നീട് സുഖം പ്രാപിച്ച മനുഷ്യനും അയാളുടെ കൂടെ വന്ന ആളുകൾക്കും അവിടെ രാത്രിയിൽ താമസിക്കാൻ സൗകര്യമുണ്ടാക്കി കൊടുക്കുന്നു. ഈശോ പറയുന്നു, കാണാതായ ആടിൻ്റെ ഉപമ ഇവിടെയാണ് ചേർക്കേണ്ടത്.